നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി ഹിസ്ബുള്ള എന്നല്ല ഹമാസ് കൂടി ചേർന്നുകൊണ്ട് ഇറാനും സകല ശക്തികളും ഒരുമിച്ച് നിന്നാലും ഇസ്രയേലിനെ തറപറ്റിക്കാനായി കഴിയില്ല. ഒരു ഇഞ്ച് പോലും വേദനിപ്പിക്കാൻ സാധിക്കില്ല. അത്രയധികം കരുത്തനായ ഒരു സംഭവം തന്നെയാണ് ഇസ്രയേലിന് കവചമൊരുക്കുന്നത് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നല്ല, ഇതിനു മുൻപും ഇസ്രയേലിലെ ഈ കരുത്തിനെക്കുറിച്ച്, ആ വജ്രായുധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലെബനനെതിരെ ആക്രമണം കടുപ്പിക്കുക തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 500ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 35ഓളം കുട്ടികളും 58ഓളം സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1600-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 10,000-ൽ-അധികം ആളുകളാണ് രാവിലെ മുതൽ തന്നെ അവിടെ നിന്നും പലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. 2006-ലെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇത്രയധികം ആളുകൾ ഒരാക്രമണത്തിൽ മരിക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ആക്രമണം ഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ തന്നെ കടക്കുമെന്നുള്ള ഭീതിയും പലയിടത്തും ഉയർന്നു കേൾക്കുന്നുണ്ട്. ലെബനനിലെ 300-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. 1000-ലധികം കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ തന്നെ തുറന്നു പറയുന്നു. ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയ ഹിസ്ബുള്ള ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഹിസ്ബുള്ള ഒരു ഭാഗത്തു നിന്നും കടന്നാക്രമണം തുടങ്ങിയപ്പോൾ മറുഭാഗത്തു നിന്നും അവരെ പിന്തുണയ്ക്കാനായി മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നും ഒരുപക്ഷെ ഹമാസെങ്കിലും ഒപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ താറുമാറാക്കി തന്നെയാണ് ഇത്തവണത്തെ ഈ ആക്രമണം ഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ വാക്കി ടോക്കി അപകടത്തിന് പിന്നാലെ, സ്ഫോടനത്തിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകി കഴിഞ്ഞു. അന്നത്തെ വാക്കി ടോക്കി പേജർ സ്ഫോടനത്തിന് പിന്നാലെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ള തയ്യാറെടുത്തത് തന്നെയാണ് ഇസ്രയേലിനെ ഇത്രയധികം ചൊടിപ്പിച്ചത്. അതിശക്തമായ വ്യോമാക്രമണമാണ് അവർ ഘടിപ്പിച്ചത്. ആ സാഹചര്യത്തിൽ എത്ര തന്നെ ഹിസ്ബുള്ള തിരിച്ചടിച്ചാലും ഇസ്രയേലിനുള്ളിലേക്ക് ഒരു പോറൽ പോലും പറ്റാതെ കവചിത സംരക്ഷണ കവചം ഒരുക്കുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് ഏവരും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് അയൺ ഡോം. ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം. ഇതിനു മുൻപ് തന്നെ അയൺ ഡോമിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയ്ക്ക് സീറാമുള്ളതുപോലെ ഇസ്രയേലിന് കരുത്തനായി നിൽക്കുന്നതാണ് അയൺ ഡോം. ഹമാസിന്റെ റോക്കറ്റുകൾ എത്ര തവണ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി കുതിച്ചുയർന്നാലും അത് തറയിലെത്തുന്നതിന് മുൻപ് തന്നെ നിലംപരിശാക്കുന്ന തരത്തിലേക്ക് ഇസ്രയേൽ തിരിച്ചടിക്കുന്നതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഇതിനു മുൻപ് തന്നെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയൺ ഡോമിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അയൺ ഡോം ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെയാണ്. വ്യോമാക്രമണത്തിലൂടെ, റോക്കറ്റ് ആക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ള ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അയൺ ഡോം സംവിധാനം എങ്ങനെ ഉപയോഗപ്പെടുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. മോർട്ടാറുകൾ, ഷെല്ലുകൾ, ആളില്ലാ വിമാനങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ എന്നിവയൊക്കെ തന്നെ ഫലപ്രദമായി നേരിടാൻ ഇസ്രയേലിന് അയൺ ഡോമിലൂടെ സാധിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ അതിർത്തിയിൽ പല മേഖലകളിലും അയൺ ഡോമിനെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമായി തന്നെയാണ് അയൺ ഡോമിനെ അറിയപ്പെടുന്നത്. ഇതിനു മുൻപുണ്ടായ ലെബനുമായിട്ടുള്ള ആക്രമണം അത് 2006-ലാണ്. നേരത്തെ തന്നെ പരാമർശിച്ചതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മരണസംഖ്യയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തെ രേഖപ്പെടുത്തുന്നത്. അന്ന് ഒട്ടനേകം ഇസ്രയേലി പൗരന്മാർ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ ആക്രമണം തന്നെയാണ് ഇനി ഒരിക്കലും ഭാവിയിൽ തങ്ങളുടെ ജനത മരണപ്പെടാൻ കാരണമാകരുത്. ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കണം, അതിനെ തടുത്തു നിർത്തണമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായതും സ്വന്തമായി തന്നെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അവർ നിർമ്മിച്ചെടുത്തതും. 2011 മുതൽ അയൺ ഡോം സംവിധാനം ഇസ്രയേലിന്റെ അതിർത്തികളിൽ സുരക്ഷാ കവചം തീർത്തു തുടങ്ങി. വ്യോമാതിർത്തികളിൽ ശത്രുക്കളുടെ റോക്കറ്റുകളായിക്കോട്ടെ, മിസൈലുകളാകട്ടെ, ഏത് തരത്തിലുള്ള ദുർഘടം പിടിച്ച വസ്തുക്കളായിരുന്നാലും അവയെ കൃത്യമായി തന്നെ കണ്ടെത്തി അവയെ നിഷ്പ്രഭമാക്കുന്നതിൽ അയൺ ഡോം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവ നിലം തൊടുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് നശിപ്പിക്കുക എന്ന ദൗത്യമാണ് അയൺ ഡോം ഏറ്റെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 70 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിൽ ഈ സംവിധാനത്തിന്റെ സുരക്ഷ പൂർണ്ണമായും നൽകുന്നുണ്ട്. വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ തന്നെ ഇത് തിരിച്ചടിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ 3 പ്രത്യേക ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമതായി പറയുന്നത്, ശത്രുവിൻ്റെ റോക്കറ്റുകൾ വരികയാണെങ്കിൽ, ശത്രുവിൻ്റെ വസ്തുക്കൾ വരികയാണെങ്കിൽ വ്യോമ മേഖലയിൽ വെച്ച് തന്നെ ഇതിനെ കണ്ടെത്താനുള്ള റഡാർ സംവിധാനം. രണ്ടാമതായി, ആയുധങ്ങളെയും യുദ്ധത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം.
ശേഷം 20ഓളം തമീർ മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു മിസൈൽ സിസ്റ്റം, മിസൈൽ ലോഞ്ചർ, ഇതിൽ നിന്നായിരിക്കും മിസൈൽ വർഷിക്കുന്നതും ശക്തമായ പ്രതിരോധം തീർക്കുന്നതും. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, റഡാർ കൃത്യമായി ഇസ്രയേലിന് നേർക്ക് വരുന്ന ഒരു ശത്രുവിന്റെ റോക്കറ്റ് ആയിക്കോട്ടെ, ആളില്ലാ വിമാനമായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള അന്യഗ്രഹ വസ്തുക്കളായിക്കോട്ടെ, ഇതിനെ കൃത്യമായി റഡാർ ട്രാക്ക് ചെയ്യും. ശേഷം ആയുധ നിയന്ത്രണ സംവിധാനത്തിലേക്ക് ഈ മെസ്സേജ് കൈമാറും. തൊട്ടു പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ യൂണിറ്റ് റോക്കറ്റിന്റെ വേഗത, അതാരെ കണക്കാക്കി പോകുന്നു, അതിന്റെ സഞ്ചാരപാത എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതെവിടെ പതിക്കുമെന്നുള്ളതും കൃത്യമായി തന്നെ അതിന്റെ പ്രൊജക്ടൈൽ മനസ്സിലാക്കി റോക്കറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ ലോഞ്ചർ തന്നെ സ്വന്തമായി ഓട്ടോമാറ്റിക്കായി തമീർ മിസൈലുകളെ തൊടുത്തുവിടും. നിമിഷ നേരങ്ങൾക്കുള്ളിൽ വായുവിൽ വെച്ച് തന്നെ ഈ റോക്കറ്റ് തവിട് പൊടിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ബാറ്ററിയിൽ തന്നെ 3-4 ലോഞ്ചറുകൾ ഉൾപ്പെടുത്താനായി സാധിക്കും. വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ തന്നെ ഇവ തൊടുത്തുവിടാനും കഴിയും. ഇങ്ങനെയുള്ള 10 ബാറ്ററികളാണ് നിലവിലുള്ളത്. ബാറ്ററികൾ പലയിടങ്ങളിലായി മാറ്റി മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും. ഇവ റീഫിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. സർക്കാരിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സംവിധാനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ നഗരമായ ഹൈഫയിലാണ് ഇതിന്റെ ആസ്ഥാനമായിട്ടുള്ളത്. അയൺ ഡോം സംവിധാനത്തിന്റെ 90% വിജയ സാധ്യത കമ്പനി തന്നെ പറയുന്നുണ്ട്. 10%-ൽ താഴെയുള്ള ഒരു ന്യൂനത മാത്രമേ അവർ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും അയൺ ഡോം 100% പ്രവർത്തനക്ഷമത പല സാഹചര്യങ്ങളിലും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം $5 ബില്യൺ അമേരിക്കൻ ഫണ്ട് നൽകിയാണ് 2016-ൽ ഈ സംവിധാനം വലിയ തോതിൽ വികസന പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി, വജ്രായുധമായി തന്നെ ഇവയെ അറിയപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.